വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അത്താണി പുതിരുത്തി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വടക്കാഞ്ചേരി KSU പ്രവർത്തകരെ മുഖംമൂടിയും വിലങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കി. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ കറുത്ത മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. മുഖ്യമന്ത്രിയുടെയും SHO ഷാജഹാന്റെയും കോലം കത്തിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. തുടർന്നാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. വടക്കാഞ്ചേരി SHO ഷാജഹാനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് KSU പ്രതിഷേധം. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് KSU പ്രവർത്തകർ വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിലെ SFI KSU സംഘർഷത്തെ തുടർന്നായിരുന്നു KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. കോഴിക്കോട് നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് മുഖംമൂടി ധരിപ്പിച്ചത്. സംഭവത്തിൽ കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങും അണിയിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. SHO ഷാജഹാൻ നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്താണി പുതിരുത്തി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അത്താണി പുതിരുത്തി റോഡിൽ പുതിരുത്തി പള്ളിക്ക് സമീപം ടൈൽ വിരിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആര്യാപാടം ഭാഗത്തു നിന്ന് എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുണ്ടത്തിക്കോട് നിന്നും വലത്തോട്ട് തിരിഞ്ഞു പുതിരുത്തിയിലേക്ക് പോകണം. കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കേച്ചേരി വഴി തിരിഞ്ഞു പോകണം. മങ്ങാട് ഭാഗത്തു നിന്ന് തൃശൂർ അത്താണി ആര്യാമ്പാടം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിലൂടെ ഓട്ടുപാറ വഴി തിരിഞ്ഞ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലൂടെ പോകേണ്ടതാണ്. വടക്കാഞ്ചേരി KSU പ്രവർത്തകരെ മുഖംമൂടിയും വിലങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കി. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്ന് അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ വിലങ്ങും മുഖംമൂടിയും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത് വിവാദത്തിൽ. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, പ്രാദേശിക നേതാക്കളായ അസ്ലം, അൽ അമീൻ എന്നിവരെയാണ് വെള്ളിയാഴ്ച വടക്കാഞ്ചേരി കോടതിയിൽ മുഖംമൂടിയും വിലങ്ങും അണിയിച്ച് ഹാജരാക്കിയത്. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അർദ്ധരാത്രി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നും മറ്റുമുള്ള പരാതി നിലനിൽക്കുന്നതിനിടെയാണ് കൊടും കുറ്റവാളികളെ ഹാജരാക്കുന്ന രീതിയിൽ വടക്കാഞ്ചേരി പോലീസ് പെരുമാറിയത്. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേർ പിടിയിൽ. 2025 സെപ്റ്റംബർ 11 രാവിലെ 9:30 മണിയോടെ കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പേളയ്ക്ക് സമീപം വെച്ച് അന്നനാട് കാടുകുറ്റി സ്വദേശി ഷിനോജ്, മുരിങ്ങൂർ സ്വദേശി ഡിഫിൻ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതികളായ കോടശ്ശേരി മേച്ചിറ സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിഷ്ണു, കാര്യാടൻ വീട്ടിൽ സുജേഷ്, മടത്തിപ്പറമ്പിൽ വീട്ടിൽ സനീഷ്, ഇരിങ്ങാലക്കുട സ്വദേശി തെറ്റയിൽ വീട്ടിൽ ജിസ്മോൻ, ചാലക്കുടി ചൗക്ക സ്വദേശി എടാർത്ത് വീട്ടിൽ അജിത് എന്നീ 5 പ്രതികളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരനായ ഷിനോജിന്റെ സുഹൃത്തായ വാസുദേവ് എന്നയാൾ കുറച്ചുനാൾ മുമ്പ് ഈ കേസിലെ പ്രതിയായ ജിഷ്ണു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലുള്ള ഹോം അപ്ലയൻസ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് ചാലക്കുടിയിലുള്ള മറ്റൊരു ഹോം അപ്ലയൻസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരുന്നു. വാസുദേവ് പ്രതി ജിഷ്ണുവിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയും കസ്റ്റമറുകളെയും ക്യാൻവാസ് ചെയ്തിരുന്നു എന്നുള്ള ധാരണയിൽ 2025 സെപ്റ്റംബർ 10 രാവിലെ 9 കൊരട്ടി മണ്ടിക്കുന്ന് സെന്റ് റോക്കീസ് കപ്പേളയ്ക്ക് സമീപം വെച്ച് വാസുദേവനോട് പ്രതികൾ തട്ടിക്കയറുന്നത് കണ്ട് ഈ തർക്കത്തിൽ പരാതിക്കാരനായ ഷിനോജും ഡിഫിനും ഇടപെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താലാണ് പ്രതികൾ ഷിനോജിനെയും ഡിഫിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. KSRTCയിലെ റെക്കോർഡ് കളക്ഷൻ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആത്മാർപ്പണവും അധ്വാനവും അത്ഭുതം സൃഷ്ടിക്കുമെന്ന് KSRTCയുടെ വരുമാന വർധന ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTC പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നത് ഭവനസമ്പന്നമായ നേതൃത്വത്തിൻ്റെ അർപ്പണ മനോഭാവത്തോടെ അക്ഷീണം പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും കൂട്ടായ്മയിലാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
പുരോഗതിയുടെ പാതയിലൂടെ അതിവേഗ സഞ്ചാരത്തിലാണ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിക്കപ്പെട്ട KSRTC ദിനവരുമാനത്തിലും റെക്കോർഡ് നേട്ടമുണ്ടാക്കി. ടിക്കറ്റ് വരുമാനത്തിലൂടെ 10.19 കോടി രൂപയും ഇതര വരുമാനമായി 82 ലക്ഷം രൂപയുമാണ് സെപ്റ്റംബർ 8-ന് കൈവരിച്ചത്. സൗകര്യപ്രദമായ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ നിരവധി നവീകരണ പ്രവർത്തനങ്ങളാണ് സമീപകാലത്തുണ്ടായത്. ഇവ പൊതുഗതാഗതത്തിലുണ്ടാക്കിയ ചലനത്തിന്റെ തെളിവുകൾ കൂടിയാണിതെന്ന് ചരിത്ര നേട്ടം. വടക്കാഞ്ചേരിയിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണം. കെ രാധാകൃഷ്ണൻ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ MP ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ വടക്കാഞ്ചേരിയിൽ നടത്തിയ സന്ദർശനത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് MP നിവേദനം നൽകിയത്. സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോം ഭാഗത്ത് റെയിൽവേ കുന്ന് ചരൽപ്പറമ്പ് പ്രദേശങ്ങളിലെ 400ഓളം കുടുംബങ്ങൾക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണം. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ രാത്രികാല ട്രെയിൻ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണം. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 122 വർഷം പഴക്കമുള്ള കെട്ടിടം സുരക്ഷിതമല്ല. പ്ലാറ്റ്ഫോമുകൾക്ക് ഉയരം വളരെ കുറവാണ്. ഹൈ ലെവൽ പ്ലാറ്റ്ഫോമുകൾ, റാമ്പുകൾ, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടിക്കറ്റ് കൗണ്ടർ, ഫുട് ഓവർ ബ്രിഡ്ജ്, യാത്രക്കാർക്ക് സഹായകരമായ രീതിയിലുള്ള പുതിയ സ്റ്റേഷൻ കെട്ടിടം എന്നിവ നിർമ്മിക്കണം. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം. വടക്കാഞ്ചേരി അകമല ഉത്രാളിക്കാവ് ഭാഗത്ത് നിരന്തരമുണ്ടാകുന്ന മണ്ണിടിച്ചിലും പാർശ്വഭിത്തി ഇടിയുന്നതും ഇല്ലാതാക്കാൻ ഫലപ്രദമായ നടപടികൾ വേണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ തേർ വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. മദ്യപിച്ച് സ്ഥിരമായി ഉപദ്രവിക്കുന്നത് കാരണം ഭാര്യയായ സിന്ധു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ഇതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം, ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. ഫോൺ 0488423007 9496347407. തിരികെ വാർത്തകളിലേക്ക്. തൃശൂരിലെ CPM നേതാക്കൾക്കെതിരെ DYFI നേതാവ്. കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടിപതി മൊയ്തീൻ മുതലാളിയെന്നും ആരോപണം. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായ VP ശരത് പ്രസാദിന്റെ സ്വകാര്യ സംഭാഷണത്തിലെ പരാമർശമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെയാണ് പരാമർശങ്ങൾ. CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്നും സംഭാഷണത്തിലുണ്ട്. CPMന്റെ ജില്ലാ ലീഡർഷിപ്പിലുള്ള ആർക്കും സാമ്പത്തിക പ്രശ്നമില്ല. നേതാക്കളുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറും. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണ്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണ്. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. കപ്പലണ്ടി കച്ചവടം ചെയ്ത കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അത്ര വലിയ ഡീലിംഗ്സാണ് അവരൊക്കെ നടത്തുന്നത്. KKR, സേവ്യർ, രാമചന്ദ്രൻ, AC മൊയ്തീൻ ഒന്നും നിസ്സാര ആളുകളല്ല. ജില്ലയിലെ അത്ര വലിയ അപ്പർ ക്ലാസ് ആളുകളുമായി ബന്ധങ്ങളാണ് AC മൊയ്തീനുള്ളതെന്നും ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിലുണ്ട്. CPM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നതെന്നാണ് ശരത് പ്രസാദിന്റെ വിശദീകരണം. മദ്യലഹരിയിൽ ആക്രമണം. സ്റ്റേഷൻ റൌഡി ബിനു സോയൻ പിടിയിൽ. തൃപ്രയാർ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് പഴുവിൽ സ്വദേശിയെ മദ്യലഹരിയിൽ ഇഷ്ടിക കൊണ്ട് മുഖത്തടിച്ചും മറ്റും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ തൃപ്രയാർ സ്വദേശി ചേർക്കര തണ്ടയൻ വീട്ടിൽ ബിനു സോയൻ എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡിയായ ബിനു സോയൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 അടിപിടി കേസിലും സ്ത്രീകളെ മാനഹാനി വരുത്തിയ ഒരു കേസിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയാക്കി തട്ടിപ്പ് നടത്തിയ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കേരളത്തിലും വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന ആരംഭിക്കുന്നതിനൊരുങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലും വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന ആരംഭിക്കാനൊരുങ്ങി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 20 രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു. നടപടി ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. ബീഹാറിലെ SIRനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുമ്പോഴാണ് കേരളത്തിലും നടപടി തുടങ്ങുന്നത്. തീവ്ര പുനഃപരിശോധനയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സുതാര്യവും ലളിതവുമായ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. അനർഹർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നും അദ്ദേഹം പറഞ്ഞു. സമയക്രമം തയ്യാറായാൽ ഉടൻ 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി നടപടി തുടങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണോ? കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം.
തുടർച്ചയായ ലൈംഗിക പീഡന നിർബന്ധിത ഗർഭചിത്ര പരാതികളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ നേതാക്കളിൽ ഭിന്നത രൂക്ഷം. രാഹുൽ സഭയിൽ വരുന്നതിനെ അനുകൂലിച്ചാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും സംസാരിച്ചത്. എന്നാൽ പാർട്ടിയിലും പാർട്ടിയിലും ഇല്ലാത്തയാളാണ് മാങ്കൂട്ടത്തിലെന്നും ബാക്കിയെല്ലാം KPCC പ്രസിഡന്റ് പറയട്ടെയെന്നും പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തടിതപ്പി. സ്പീക്കർക്ക് കത്ത് നൽകുന്നത് സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. LDF വിജയത്തിന് പാർട്ടിയുടെ പങ്ക് നിറവേറ്റും ബിനോയ് വിശ്വം. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന്റെ വിജയത്തിനു വേണ്ടി പാർട്ടിയുടെ പങ്ക് നിറവേറ്റുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഗൗരവമേറിയതാണ്. സംസ്ഥാന സമ്മേളനത്തിൽ LDFനെ ശക്തിപ്പെടുത്താനുള്ള ചർച്ചകളാണ് ഉണ്ടായത്. കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരെ ശക്തമായ ബദൽ നയം ഉയർത്തുന്ന കേരളത്തിലെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാൻ അവർ ശ്രമിക്കുന്നു. ഇത് ക്യൂബയോട് അമേരിക്ക ചെയ്യുന്നതിന് സമാനമാണ്. സീതാറാം യെച്ചൂരി അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ മതനിരപേക്ഷ പക്ഷത്തിന്റെ ശക്തനായ വക്താവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പല ഘട്ടത്തിലും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് രൂപം നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായും സീതാറാം യെച്ചൂരിയുടെ ചരമവാർഷിക ദിനത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 70കളിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സീതാറാം അവസാന നാളുകൾ ഉൾപ്പെടെ സംഘപരിവാർ ഭരണത്തിനെതിരായ രാജ്യത്ത് ഉയർന്നു വന്ന ബഹുജന മുന്നേറ്റങ്ങളുടെ നേതൃത്വത്തിന് നിലകൊണ്ടു. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അത്താണി പുതിരുത്തി റോട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വടക്കാഞ്ചേരി KSU പ്രവർത്തകരെ മുഖംമൂടിയും വിലങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.